ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാൻ ഇപ്പൊ ഇന്ന് വന്നിട്ട് എന്തിനറിയോ, നിങ്ങൾക്കൊരു സ്പെഷ്യൽ കണ്ടന്റാ. അതായത് കുറച്ച് കാലമായിട്ട് 4 പേര് അവരുടെ നിരപരാധിത്വങ്ങൾ തെളിയിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഏത്? ഇന്റെ മാപ്പിളനെ അടിച്ചോണ്ട് പോയി, ഇന്റെ പെണ്ണുങ്ങളെ അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു 4 ആളുകൾ നടക്കുന്നുണ്ട്. ആരൊക്കെ? സഫ, മെഹനാസ്, പിന്നെ ലല്ലു, അതുപോലെ ഫസ്മിന. തൊള്ളയിൽ കിട്ടാത്ത പേരുള്ളൂ. അപ്പോ ഇവര് 4 ആളും കുറച്ച് ദിവസമായിട്ട് ഇന്റർവ്യൂവിലും യൂട്യൂബിലും അതിലും ഇതിലും ഒക്കെ നിറഞ്ഞു നിൽക്കുക. പലരും ഈ വീഡിയോസ് എടുത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ടൊരു വീഡിയോ ഇറങ്ങിയിരിക്കണു. എങ്ങനെ? അതായത് ഇതുവരെ പോലും ഈ ഇന്റർവ്യൂവിലൊക്കെ കയറി ഇരുന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ തമ്മിൽ അറിയൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല, ഇതൊക്കെ പച്ച കള്ളാണ്, ഞങ്ങൾ മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കടന്ന് മെഴുകുന്ന വീഡിയോസ് നമ്മൾ നിരവധി കണ്ടു. കുറേ വ്ളോഗേഴ്സുകൾ എടുത്ത് ചെയ്യും ചെയ്തിട്ടുണ്ട്. കുറേ ആളുകളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ട്. പക്ഷെ ഇതിനൊക്കെ ഇപ്പൊ ഒരു അറുതി വന്നു. എങ്ങനെയാ അറിയോ? ഇപ്പൊ ഒരു വീഡിയോ ഇറങ്ങി. കണ്ടുകൂടെ നിങ്ങളെ? ഇല്ലെങ്കിൽ ഒന്ന് കണ്ടോ. നല്ല ഉറക്കാട്ടോ. മസാജ് ചെയ്ത് കൊടുക്കണു, പേ നോക്കി കൊടുക്കണു. ഇവര് തമ്മിൽ അറിയുന്നല്ല. അത് വേറെ ഏറ്റവും വലിയ കോമഡി. ഇവര് തമ്മിൽ പരിചയമല്ല, ഇവര് തമ്മിൽ അറിയില്ല, ഒന്നുമില്ല. ഇതിപ്പോ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആരൊക്കെയാണെന്നുള്ളത് അതിപ്പോ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാ അറിയാം. ഇനിയിപ്പോ അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതാ ഓള് മുഴുവനായിട്ടിരിക്കണ പിന്നെ ഒരു വീഡിയോ. ഇപ്പൊ ഈ ലെല്ലും സഫീം പാടെ ഉള്ളതാണ്. അതായത് ഓല് തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ മെഹനാസും ഫസ്മിനയും ഇതിന്റെ രംഗത്തിറങ്ങിയത്. ഈ ഫസ്മിന എന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത് ബാംഗ്ലൂർ വെച്ചിട്ട് ഇവനെ കുറിച്ചിട്ട് ഉള്ള വീഡിയോ, ലല്ലുവിനെ കുറിച്ച്, ലല്ലു എന്താ ഇവറ്റുന്ന പേര് പോലും പറയാൻ കിട്ടില്ല. ഒരു മനുഷ്യന്മാർക്ക് പറയാൻ പറ്റുന്ന പേര് കിട്ടൂല. അങ്ങനെ ഇവര് പിന്നെ തമ്മില് ഒരു ബാംഗ്ലൂരിൽ നിന്ന് കണ്ടുമുട്ടുണ്ട്. അതായത് ബാംഗ്ലൂര് ഈ ലല്ലുവിന്റെ റൂമിലേക്ക് ഈ ഫസ്മിനെ ചെന്നു. അന്ന് വരെ അന്ന് രാവിലെ കൂടി ഈ ലല്ലുവിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടും വളരെ എന്താ പറയാ അത്രയും വൾഗറായിട്ട് വീഡിയോ ഇട്ടിട്ട് അന്ന് തന്നെ ഓളുടെ റൂമിൽ ചെന്നിട്ട് ആ ഒരു വീഡിയോ ലീക്കായി. അതും ഈ ലല്ലു തന്നെയാണ് പുറത്തു വിട്ടത്. ഇന്നിനെ കുറിച്ച് വീഡിയോ ഒത്തിരി മോശമാക്കി പറഞ്ഞിട്ടും ഇന്റെ പേരിൽ കണ്ടന്റ് ഇട്ടിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് അവള് ഈ ഫസ്റ്റിന് ഒരു റീസണും പറയുന്നുണ്ട്. എന്ത്? ഞാൻ ഇത്ര വെച്ച് കുറച്ച് കടണ്ട്, അതിന് വീഡിയോ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കണ്ടന്റ് ഒഴിവാക്കും, അതുവരെ ഒന്ന് ക്ഷമിക്കും, ഒന്ന് കണ്ണടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇവര് തമ്മിൽ 4 ആളും പാടല്ലേ ഒരു നാടകം കളി ആയിട്ടാണ് ഇത് സംഗതി നടന്നിരുന്നത്. പക്ഷെ ഇപ്പൊ കയ്യിന്ന് പോയി പറഞ്ഞാൽ ഈ വീഡിയോ ഇറങ്ങി. ഈ വീഡിയോ ഇറങ്ങിയപ്പോഴാണ് മൊത്തത്തിൽ പണി പാളിയത്. അതായത് ഇതുവരെ ഞങ്ങളേത്ത് ഒരു തെറ്റുമില്ല, നിങ്ങൾ ഈ പറയുന്ന മാതിരി ഒന്നുമല്ല കാര്യങ്ങളെന്ന് പറഞ്ഞിരുന്ന വിഷയത്തില് ഇവരെ റൂമിൽ വെച്ചിട്ട് ഒറ്റയ്ക്ക് കടത്തം കണ്ട എമ്മായി ഉറക്ക ഇവള് മസാജ് ചെയ്ത് കൊടുത്തിട്ടേ പേ നോക്കിക്കൊടുക്കണു, മസാജ് ചെയ്ത് കൊടുക്കണു. എന്നിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് 2 ആളും കുളിച്ച് മാറ്റിയിട്ട് ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഞങ്ങൾ തമ്മിൽ അറിയല്ല, ഏതാണ് ആ കുട്ടിയെ ഫോട്ടോ ഒന്നും കാണിച്ചിട്ടുണ്ടാ, എനിക്ക് ആളെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ പൊട്ടനാക്കുകയും ചെയ്യും. എന്നിട്ട് ഇതിന്റെ പിന്നാലെ കുറെ ആളുകളും. അപ്പോ ഇപ്പൊ അവസാനം എന്തായാലും കള്ളികള് കംപ്ലീറ്റ് പുറത്തു വന്നു. ഇപ്പൊ പോലെ അങ്ങനെ ചെയ്തില്ലേ എന്നുള്ളതല്ല വിഷയം. ഈ ഒരു വിഷയത്തില് ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫസ്മിനാക്ക് വേണ്ട സമയത്ത് ഫസ്മിന ഈ ലല്ലുവിന്റെ അടുത്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ സഫക്ക് വേണ്ട സമയത്ത് സഫയും പോകുന്നുണ്ട്. അപ്പൊ ലല്ലുവിന് എന്തായാലും ലോട്ടറിയാ, കണ്ടന്റുമായി ഇവര് 2 ആളും വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ എല്ലും തോലും ആയിട്ട് വേറൊരു എല്ലുണ്ട്. അതാരാ നിങ്ങൾക്ക് അറിയും? ഇതാ കണ്ടോ? സത്യം പറഞ്ഞെങ്കില് ആവില്ല കേട്ടോ. ആ വീഡിയോ, ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണാൻ എന്നെ കൊണ്ട് പറ്റണില്ല. കാണണ്ട, ഞാന് റിക്കവറായി വരുന്നുള്ളൂ. മെമ്മറി കാർഡോ അതിന്റെ ഇടയില് ഇങ്ങനത്തെ കാണാൻ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് നിർത്താം നിങ്ങളെല്ലാരും. ഓക്കെ, പറഞ്ഞേട്ടോ, റിക്കവറായി വരുന്നുള്ളൂ, ദേവി ഇത് നിർത്തുകയെന്ന്. അജ്ജിങ്ങട് പറയുമ്പോഴത്തിന് മണ്ടി പോയി നിർത്താത്ത പ്രസവല്ലേ അല്ലേ? ഇജന്യതൊക്കെ തുടങ്ങി വെച്ചത്. ബാക്കി പറയാം. അതിന്റെ വന്നിട്ട് എനിക്ക് റിപ്ലൈ ഞാൻ നേരെ തരുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഇപ്പൊ എനിക്ക് തന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു കാലത്തും തരാൻ പറ്റൂല. ഇജ് മോങ്ങാതെ പറ. എനിക്ക് ഓൾറെഡി കണ്ട് ഞാൻ ആകെ തളർന്ന് മരിച്ചു. രണ്ടാമത് അങ്ങേറ്റത്തിന് ശേഷം ഞാൻ റിക്കവറായി വരുന്നുള്ളൂ. ഞാൻ നിർത്തി വെച്ചേക്കാണ്. ഞാൻ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ ഇടയില്
ഇങ്ങനത്തൊന്നും ഇടല്ലേ ദൈവമേ. എനിക്ക് സത്യം പറഞ്ഞാൽ ആവണില്ല കാണാൻ. സീരിയസ്ലി എനിക്ക് ഓൾറെഡി ഫസ്റ്റ് ടൈമിൽ കണ്ടപ്പോ തന്നെ അങ്ങനെ ഇല്ലാണ്ടായി പോയതാണ്. പിന്നെ ആവണില്ല, നിർത്തിയേക്ക് പ്ലീസ്. നിർത്താൻ നമ്മളോടെ ഇപ്പൊ നമ്മളാണല്ലോ തെറ്റുകാര് മുഴുവൻ. അപ്പോ എനിക്ക് ആകൂലത്ര കാണാം. അതുകൊണ്ട് നിർത്താന് ഇതൊന്നും അനുഭവിച്ചാ പോരെ എങ്ങായി, മനസ്സിലായോ? മറ്റോലെ കാര്യം ഇജ് മൂന്നാളതും വിട്. അനക്ക് എന്റേതായ ഒരു നേരും നെറിയുണ്ടായിരുന്നല്ലോ അല്ലെ? ഈ റിഫ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ച സമയത്ത് ഇജി ചെയ്തതെന്താ? ഇജ് ആദ്യം ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഇതുപോലെ ഉണ്ട് മോങ്ങി. അന്ന് കുറെ ആളുകൾ എന്നെ വിശ്വസിച്ചു അല്ലെ? ഈ എന്തെന്ന് ശരിക്കും അന്ന് ചെയ്യേണ്ടിന്ന്? ഈ എന്റെ നിരപരാധിത്വം ഇജ് കുറ്റക്കാരനും അല്ല. ഇനി അതിന്റെ പേരിൽ എന്റെ ഫോളോവേഴ്സോ റീച്ചോ കുറയണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ വന്ന് ഇജ് പട്ടി മോങ്ങണമാതിരി മോങ്ങല്ലേ ചെയ്തത്. ആ പെണ്ണിനെ കെട്ടയച്ച് താഴെ ഇറക്കിയിട്ടില്ല. അതിന്റെ മുമ്പ് ഇജ് വന്നിട്ട് ഓള് പോയി എന്ന് പറഞ്ഞിട്ട് ഇജാണ്ട് കരഞ്ഞു. അങ്ങനെയാണല്ലോ എല്ലാരും ഇത് അറിഞ്ഞത്. ഇയെന്നു സ്വയം ആലോചിച്ചോക്ക്. ആ കെട്ടയക്കുന്നതിന് മുമ്പ് ഈ വന്ന് ഇതിൽ ഇട്ടപ്പോ ഈ റിഫയുടെ ഉമ്മയും വാപ്പിയും അവരെ മാത്രം കുറിച്ച് ചിന്തിച്ചാൽ മതി. അവര് നിന്റെ ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ ഈ ഒരു വിഷയം, അവരുടെ മകള് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നിന്റെ ഇൻസ്റ്റാഗ്രാം വഴിയല്ലടാ അറിഞ്ഞ. ഏത് വാപ്പാക്കുമ്മാക്കും അത് സഹിക്കുക? അന്നു ഇതേമാതിരി തന്നെയല്ലേ കിടന്ന് മോങ്ങിയത്. ഇയൊക്കെ പെൺകുട്ടികളെ ലൈഫ് വെച്ചിട്ട് തമാശ കളിക്കാൻ ഇറങ്ങിയതാ. പിന്നെ ഇപ്പൊ എന്റെ പിന്നാലെ കയറി കൂടിയവള് ഒരിക്കലും എന്റെ തമാശയിൽ പെട്ടതല്ല. ഓൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വന്നതാണെന്നുള്ളത് മറ്റവളുടെ മയ്യത്തെടുക്കണീന്റെ മുന്നേ ഇവള് കേറി വന്നപ്പോ തന്നെ എല്ലാവരും പറഞ്ഞതാ. ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചാ മതി. എന്താ അറിയോ? ആ മയ്യത്തിന്റെ ചൂടാറിനീന്റെ മുന്നേ ഇവളെയും കെട്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ എന്റെ പഴയ സ്റ്റാൻഡും ഈ എന്റെ പഴയ എന്താ പറയാ റീൽസും സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ഇയാണ് ജീവിച്ചു. ഈ ഒറ്റ കാര്യം അന്നെ വിശ്വസിച്ചിട്ട് അനക്ക് കൈ തന്ന് നിക്കാഹ് ചെയ്ത് തന്നതാണ് ഈ റിഫയുടെ വാപ്പ അല്ലെ? എന്നിട്ട് ഈ അവർക്ക് തിരിച്ചു കൊടുത്തത് എന്താ? ആ കുട്ടിയുടെ മരണവാർത്ത വരെ ഈ ഇൻസ്റ്റഗ്രാം വഴിയാണ് അവരെ അറിയിച്ചത്. അന്ന് എന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഒരുവിധപ്പെട്ട ബുദ്ധിയിൽ ചോറ് കഴിക്കുന്നവർ മനസ്സിലാക്കിയതാണ്. എന്നിട്ട് ഇജ് നല്ല ഹണിമൂണായി, പാട്ടായി, റീൽസായി, എല്ലാം ആയി. അതായത് ഈ കാരണമല്ല റിഫ മരിച്ച് എന്നുള്ളത്. പക്ഷെ പലപ്പോഴും പല രീതിയിലും പല വട്ടം പറഞ്ഞിട്ട് ഞാൻ വരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കണ്ടന്റ് ചെയ്തിട്ടുള്ളതാണ്. എന്താ അറിയോ? ഒരു മനുഷ്യനല്ലേ, ഇനിയൊരു ജീവിതം ജീവിക്കാൻ അങ്ങോട്ട് ജീവിച്ചോട്ടെ. കഴിഞ്ഞു പോയ ഒരു തെറ്റിനെ പറഞ്ഞ് നമ്മള് വീണ്ടും വീണ്ടും ആ മനുഷ്യനെ തളർത്താൻ നോക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വരെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാ. പക്ഷെ ഒന്നിനും പൂർണ്ണതയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നോട് പറഞ്ഞതും ഇന്റെ അറിവും വെച്ചിട്ട് ഉള്ള സപ്പോർട്ടാണ് ഞാൻ ചെയ്തത്. അത് ഞാൻ ചെയ്തത് എന്താ അറിയോ? സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി അങ്ങോട്ടെങ്കിലും നേരങ്ങത്തിൽ ജീവിക്കട്ടെ എന്നുള്ളത്. അന്നെ പോലത്തെ കുറെ പെൺകോന്തന്മാരുണ്ട്. എന്തിനറിയോ? റീച്ചാണ്, പിന്നെ ഇന്റർനെറ്റാണ്, ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ആണ് എല്ലാം. അതാണ് ലോകം എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇന്നത്തെ പല കുടുംബത്തിലും നടക്കുന്ന ഒരു വിഷയം ഞാൻ പറയട്ടെ. പക്ഷെ ഞാനത് പറഞ്ഞാൽ ചിലപ്പോ പല ആളുകൾക്കും അത് ഇഷ്ടപ്പെടൂല. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പറയേണ്ടത് പറയുന്നേ വേണം. എന്താ അറിയോ? കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവരിങ്ങനെ വീഡിയോ ചെയ്യണ്ടിക്ക, ഇവരിങ്ങനെ വീഡിയോ ചെയ്യണ്ടിക്ക, ഞാനും ചെയ്തോട്ടെ വീഡിയോ എന്ന് പറയും. അപ്പോ ആദ്യം ഹസ്ബൻഡ് അതിനൊന്ന് എന്താ പറയുക, ഒറ്റയടിക്ക് യെസ് പറയാതെ ഒന്ന് വിലക്കി നോക്കും. പക്ഷേ നിങ്ങൾ പറഞ്ഞ മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് ഈ ഭാര്യ വരുത്തി തീർക്കും. എങ്ങനെ? നിങ്ങളെ സംബന്ധം മാത്രമേ ചെയ്യൂന്ന്. ഇന്ന് ഇവൻ ഇത് ചെയ്യണ്ട, അത് മറ്റുള്ളവര് ഫാമിലിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഉമ്മാക്കും വാപ്പാക്കും ഒന്നും ഇഷ്ടമല്ല, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല, അതല്ലെങ്കിൽ എന്നെ കുറിച്ച് അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്ന് പറഞ്ഞാ ഇവൾക്ക് പേക്കും. എന്നാലോ കട ഇഷ്ടമല്ലാതെ ഓളൊന്നും ചെയ്യൂല. ഇന്ന ഇതിനിടെ യെസ് പറയാതെ ഓള് വേറെ ഒന്നും ചെയ്യൂല. അങ്ങനെ ഇവളോട് ഓക്കെ പറയാനും യെസ് പറയാനും ആണ് നിർബന്ധിക്കപ്പെടും. ഇനി അല്ല നിർബന്ധിക്കപ്പെടാതെ അവളുടെ സന്തോഷല്ലേ അവള് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടും ചില ഭാര്യമാർക്ക് അനുമതി കൊടുക്കും. അങ്ങനെ ആ അനുമതി കിട്ടിയതിന് ശേഷം ഇവര് ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഇവരിടുന്ന വീഡിയോ എന്തൊക്കെ അറിയോ? കയ്യിലെ മൈലാഞ്ചി, കാലിലെ ചെരുപ്പ്, അവരെടുത്ത പുതിയ ചുരിദാറ്, മോമക്കന ഇടുക, ഒരു മുടിയുടെ ഇതള് പോലും പുറത്ത് കാണൂല. എന്നിട്ടാ എന്തൊക്കെ ലൈക്കൊക്കെ കമ്മിയാണ്, സാറില്ല
മറ്റേവൾക്ക് ആദ്യം അങ്ങനെയായിരുന്നു, ഇപ്പൊ അവൾക്ക് എത്ര ലൈക്ക് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഓൾക്ക് ലൈക്ക് ഉണ്ടാവും, ഓൾക്ക് അതിനനുസരിച്ചിട്ടുള്ള തുണിയുടെ ഇറക്കം കമ്മിയായിട്ടുണ്ടാവും. അത് ഇക്കാനോട് പറയില്ല. പിന്നെ എന്ത് ചെയ്യും, ഇവളും അതെന്നെ അനുകരിക്കാൻ നോക്കും. അപ്പൊ എന്താവും, ഇവൾക്ക് ലൈക്ക് വരൽ തുടങ്ങും, ഫോളോവേഴ്സ് വരൽ തുടങ്ങും, ഇവള് വാഴ്ത്തിയിട്ട് കമന്റ്സുകൾ വരൽ തുടങ്ങും, ഇവളെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങും. അപ്പോ ഈ ഇക്കാക്ക് തോന്നും, അല്ല ഇതിപ്പോ എന്താ സംഭവം, പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അതിനെ കുറിച്ചിട്ട് പോലും ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം വീഡിയോ ഒക്കെ ചെയ്യുമ്പോ അങ്ങനെ അതൊന്നും നമ്മളെ തറവാട്ടിലെ അങ്ങനത്തെ ഒരു സംഭവമല്ല, അതുകൊണ്ട് ഈ ചെയ്യുന്ന വീഡിയോയിൽ ശ്രദ്ധ വേണം, അങ്ങനെ ഓവറായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും എടുത്ത് ചാടേണ്ട, ഇത് സോഷ്യൽ മീഡിയ ആണ് എന്ന് പറഞ്ഞിട്ട് കട ഒരു ക്ലാസ് കൊണ്ട് കൊടുക്കും. ഈ ക്ലാസ് ആണ് കേൾക്കുന്നതോടുകൂടെ ഇക്കാക്ക് വേറെ ക്ലാസ് ഇവളാണ് എടുത്തു കൊടുക്കും. ആ ക്ലാസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലക്ക അങ്ങനെ പറയണ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറഞ്ഞൂടെ, എടാ ഞാനൊരാണാണ്, എന്റെ ഭാര്യനെ എങ്ങനെ നടത്തണം, എങ്ങനെ ഓള് ജീവിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം എന്ന് ഞാനാ തീരുമാനിക്കുക, അല്ലാതെ നിങ്ങളല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അവളെ ഞാൻ പറയുന്നതിലേക്ക് അപ്പുറത്തേക്ക് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടുമില്ല, ചെയ്യുകയുമില്ല എന്ന് ധൈര്യമായിട്ടാണ് പറയക്ക. അപ്പോല് തന്നെ വാണ് കൂട്ടും. നിങ്ങളൊരാണാണെന്ന് ഓൽക്കോട് ബോധ്യപ്പെട്ട അപ്പോൾ ഓല് വാ കൂട്ടും. പിന്നെ ഓല് ഇത് പറയാൻ വരൂല. ഇതിന് കേൾക്കുന്നതോടുകൂടെ ഇക്ക എന്നാണ് മോട്ടറാവും. ഇക്ക എന്ത് ചെയ്യും, ഇതേമാതിരി തന്നെ, അല്ല അത് അവളുടെ സന്തോഷല്ലേ, അവരിപ്പോ നമുക്ക് വേണ്ടിയിട്ടല്ലേ, അവരെ സന്തോഷം ചെയ്യട്ടെ, എന്തായാലും ഇപ്പൊ നമ്മളെ പരിധി തന്നെ അല്ലേ എന്നുള്ളതൊക്കെ പറയും. പിന്നെ ഇതാരും ഇത് നല്ലതാണ് മോശമാണെന്ന് പറയാൻ പോകൂല. അതും കഴിഞ്ഞ് കുടുംബത്തിൽ നിന്നുള്ള ചർച്ച കഴിയുമ്പോ ഈ ചർച്ച പുറത്തേക്ക് എത്തും. ഈ പുറത്തേന്ന് അറിയുന്നത് ഇക്കാക്ക് കുറച്ച് വേദന ഉണ്ടാക്കും. ആ വേദന എന്ത് ചെയ്യും, ഇക്ക വന്ന് പറയും, എങ്ങനെ ഇതേ ശരിയാവൂല കേട്ടോ, കാരണം എന്താ വെച്ചാൽ അതിനെ കുറിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇത് എന്തായാലും ആ വീഡിയോക്ക് മാറ്റേ ഒന്നല്ലേ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന ലിമിറ്റ് ആക്കുകയെന്ന്. അപ്പൊ ഇവളെന്ത് ചെയ്യും, ഇക്ക ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, ഞങ്ങളോട് ചോദിച്ചിട്ടല്ലേ ചെയ്തിരിക്കണത്, ഇപ്പൊ അന്നില്ലാത്ത പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾ അന്ന് തടയേണ്ടിയിരുന്നു, അന്ന് ഇപ്പൊ ഒക്കെ വേണ്ടാന്ന് പറഞ്ഞാൽ ഓൾ അപ്പൊ വേണ്ടാന്ന് വെച്ചിരുന്നു. കാരണം അത്രക്ക് നന്മല്ല പെണ്ണായിരിക്കും. എങ്ങനെ, അതായത് നിങ്ങൾ അന്ന് ആദ്യം സമ്മതിച്ചില്ലേ, എന്നിട്ട് പിന്നെ ഇപ്പോ നിങ്ങൾ മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഇന്റെ നേരക്ക് തിരിഞ്ഞിട്ട് ഒരു കാര്യമല്ല എന്ന് പറയും. അവിടെയാണ് ഈ പ്രശ്നം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെവിടെ എത്തുക അറിയോ, ഓളോളെ വരിക്ക് തെറ്റിപ്പോവും. പിന്നെ ഇവല്ലേ ഈ പെർമിഷൻ കൊടുത്തോ ഇങ്ങനെ പെരയിലിരിക്കും, ഇതെന്ത് ചെയ്യണം, ഞാനിപ്പോ ഓൾക്ക് സമ്മതിച്ചു കൊടുത്താൽ ഞാൻ പെൺകോന്തനാകുവോ, മറ്റുള്ളവരുടെ മുമ്പിൽ താകുവോ എന്നുള്ള ചിന്തയിലും ഇതിലും കുറച്ചൊക്കെ വാശി പിടിച്ചു നോക്കും. അപ്പോഴത്തിന് ഇവൾക്ക് വരുമാനം വരൽ തുടങ്ങിയിട്ടുണ്ടാവും, ഇവളെ 10 ആളെ അറിയലും ഉണ്ടാവും. പിന്നെ ഇവളെ വിശേഷങ്ങൾ ഇവർ റീൽസിലറിയാം. അപ്പൊ പിന്നെന്താ സംഭവിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇവള് പറയുന്നിടത്ത് കൂടെ ഇവനിക്ക് പോകേണ്ടി വരും. ഇനി അഥവാ അങ്ങനെ പോകാൻ സമ്മതിക്കാത്തൊരു ഭർത്താവാണെങ്കിൽ ഒന്നുറപ്പിച്ചോ, പിന്നെ അവര് തമ്മിൽ പിരിഞ്ഞു, പിന്നെ ഇവര് തമ്മിൽ രണ്ടായി. കാരണം എന്താ അറിയോ, വിഷയം ഇതിന്മേ തുടങ്ങിയതാ. പിന്നെ ഇതിൽ 1-2 കുട്ടികൾ ഉണ്ടാവും. ഈ കുട്ടികൾ പിന്നെ അങ്ങോട്ട് എത്തിയുമാകുകയാണ്, മനസ്സിലായോ. പിന്നെ ഇവളുടെ റീല്, ഇവളുടെ ലൈഫ്, ഇവളുടെ ജീവിതം, ഇനിയെങ്കിലും എനിക്കൊരു നല്ല ലൈഫ് വേണം, ഇനിയെങ്കിലും എന്റെ ലൈഫ് ഞാൻ തെരഞ്ഞെടുക്കണം എന്നുള്ള പ്രയത്നത്തിലായിരിക്കും ഇവള്. അപ്പോഴത്തേക്ക് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടു, മക്കള് നഷ്ടപ്പെട്ടു, കുടുംബം ചിന്നി, നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു, എല്ലാത്തിനും സമ്മതം കൊടുത്തിട്ട് അവസാനം അവൾ ഇനിയും ചതിച്ചു പോയി എന്നുള്ള മാനസിക വിഷമത്തില് ഇവൻ പ്രാന്തനേക്കാൾ തരം താഴ്ന്നിട്ട് എങ്ങനെയാണോ അത്തരത്തിലേക്ക് ഇവന്റെ ലൈഫ് പോയിട്ടുണ്ടാവും. പിന്നീട് അവനിക്ക് പഴയ ഒരു ലൈഫിലേക്ക് മടക്കല്ല. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയോ, ഇന്ന് ഞാൻ തന്നെ പല കുടുംബത്തിലും പല കാര്യങ്ങളിലും ഞാൻ കയറി സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാ. അവര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് ഈ ചർച്ചകൾക്കിടയിൽ സംസാരിക്കുമ്പോൾ ഞാൻ അതൊന്നും അല്ല, ഇതിന്റെ തുടക്കം എവിടെയെന്നാ നോക്കുക. തുടക്കമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇക്ക ഒരു റീല് ചെയ്യട്ടെ, ഒരു വീഡിയോ ഇടട്ടെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഈ മഹല്ല് കമ്മിറ്റിക്കാരും പോലീസ് സ്റ്റേഷനും നാട്ടുകാരും ഒക്കെ വെച്ചിട്ട് പിന്നീട് ചർച്ചയാകണം, എങ്ങനെ ഇവരൊന്ന് ഒന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട്. എല്ലാരും അങ്ങനെയല്ല ഞാൻ പറയുന്നുട്ടോ. കാരണം എന്താ അറിയോ, നല്ല വീഡിയോസ് ചെയ്തിട്ട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അടക്കി പറഞ്ഞതല്ല. പക്ഷെ ഒരു 75% ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നല്ല പൊരുത്തല്ല ആളുകളാ. ഈ മെഹനാസിന്റെ കാര്യത്തിനിടയ്ക്ക് ഞാൻ ഇത് പറഞ്ഞത് എന്താ വെച്ചാ, ഈ മെഹനാസും തുടക്കത്തിൽ ഇത് തന്നെയായിരുന്നു. എങ്ങനെ, ഈ റിഫ എന്ന് പറയുന്ന കുട്ടി അങ്ങനെ വലിയ ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയൊന്നും അല്ല. ആ കുട്ടിയുടെ വീഡിയോസും ആ കുട്ടിയുടെ ഫോട്ടോസും ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡും കണ്ടാ അറിയാം. സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട്
നല്ലൊരു കുടുംബത്തിൽ ജീവിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു. പിന്നെ അതിലുപരി പ്രമോഷന്റെ വീഡിയോസ് ചെയ്യൽ തുടങ്ങി, ആൽബംസ് ചെയ്യൽ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായി മാറി ഈ റിഫ. അങ്ങനെ ഇവരെ റീൽസും ലൈഫും ആയിട്ട് ഇങ്ങനെ പോകുന്നതിന്റെ ഇടക്കാണ് ഈ മെഹനാസ് റിഫനെ തല്ലുന്നുണ്ട്. മെഹനാസിന്റെ കൂട്ടുകാരന്മാര് റിഫ ഉള്ളപ്പോ ഒറ്റക്ക് റൂമിൽ വരുന്നുണ്ട്, അവിടെ മറ്റേ റിഫയോട് മോശമായി സംസാരിക്കുന്നുണ്ട് എന്നുള്ള ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നിങ്ങനെ അവിടെയും ഇവിടെയും പറച്ചിൽ തുടങ്ങിയിരുന്നു. അതിലുപരി റിഫയുടെ ഫോൺ എടുത്തിട്ട് എന്നും മെസ്സേജുകളും മറ്റേ മെഹനാസ് ചെക്ക് ചെയ്യുന്നു. മെഹനാസിന്റെ ഫോൺ എടുത്തിട്ട് മറ്റേ റിഫ ഓരോന്ന് കയ്യോടെ പിടിക്കുന്നു. ഇതിന്റെ പേരിൽ ഇവര് തമ്മിൽ തർക്കങ്ങളാവുന്നു. അങ്ങനെയൊക്കെ ആയി വലിയ പ്രശ്നത്തേക്ക് കാര്യങ്ങൾ എത്തി. അവസാനം റിഫ ആത്മഹത്യ ചെയ്തു. അവന്റെ ഇപ്പൊ ഈ കണ്ട കണ്ടന്റുമായി തന്നെ അവൻ വന്നിട്ട് അടിപൊളിയായിട്ട് നല്ലൊരു കരഞ്ഞ് നല്ലൊരു നാടകം കളിച്ചിട്ട് ഓൻ അങ്ങോട്ട് പോയതും നഷ്ടമായതും ആയിരിക്കാം ഈ റിഫയുടെ ഉമ്മാക്കും വാപ്പാക്കും. ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് മാനാസെ, അത് ജാതി മനസ്സിലാക്കണം. ആ ഉമ്മയും വാപ്പയും ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടാളും ഈ സോഷ്യൽ മീഡിയ കടന്ന് കാണിച്ച് കൂട്ടുന്ന ഈ ജാതി ഡാൻസും പാട്ടും തമ്മാടിത്തരങ്ങളും മുഴുവൻ അവരോട് ഈ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ്. കാരണം ഒരു കാലത്ത് തന്നെ സ്വന്തം മകനെ പോലെ നോക്കിയതല്ലേ. അവരുടെ മകളെ നിന്റെ കയ്യിൽ എത്ര സന്തോഷത്തോടെ ഏൽപ്പിച്ചതാണ്. അതിനാണ് കൊലക്ക് കൊടുത്തിട്ട് നീ ഇവരെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡാൻസും കൂത്തും പാട്ടും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട്? ശരിക്കും കിട്ടിയില്ലേ? ഈ ഫസ്മിന, അതേപോലെ ലുല്ലു, അതേപോലെ ഈ സഫ, ഇവറ്റ നാലും കണക്കാ. സ്റ്റാൻഡേർഡിന്റെ തറവാടിന്റെ കാര്യത്തില് ഒന്നൊന്നിന് മെച്ച ഇവരെ കാര്യത്തില്. എന്തായാലും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാ. കാരണം എന്താ അറിയോ, കൊടുത്താ കൊല്ലത്തും കിട്ടുന്നു പറയില്ലേ, അതങ്ങോട്ട് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ ഇതിനെ കുറിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവരുടെ വിഷയങ്ങളെ കുറിച്ചിട്ടോ അല്ലെ ഇവരെ കൂടുതൽ ഇവരെ ബെഡ്റൂം രഹസ്യത്തിനെ കുറിച്ചിട്ടോ പറയാനൊന്നും അല്ല വന്നത്. ഇവന്റെ ഈ കരച്ചിൽ നാടകം കണ്ടോടുകൂടെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം തോന്നി. അതിനു വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് സംസാരിച്ചത്. ഇതിന്ന് മനസ്സിലാക്കേണ്ടല്ലോ മനസ്സിലായിക്കോളി. നിങ്ങളുടെ ചുറ്റും 10,000 പേരുണ്ടായിട്ടും ഒരു കാര്യമല്ല. നിങ്ങളെ ഭർത്താവെന്ന് പറഞ്ഞിട്ട് ആണൊരുത്തൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ, അത് ഇനിയിപ്പോ നട്ടലില്ലോനായാലും ശരി ഇല്ലാത്തവനും ശരി ചൂണ്ടിക്കാണിക്കാനുണ്ടോ, നിങ്ങൾക്ക് ലൈഫിൽ എവിടെയെങ്കിലും എത്താം. അതല്ല സോഷ്യൽ മീഡിയയും ഈ റീൽസൊക്കെയാണ് ജീവിതം, സന്തോഷം എന്നൊക്കെ വിചാരിച്ചിട്ട് കുടുംബവും ഭർത്താവിനെയും മക്കളെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി തിരിച്ചവരോട് ആ ചിരി അധികം ഒന്നും ഉണ്ടാവില്ല. ഈ മെഹനാസിന്റെ കാര്യം പറഞ്ഞതിലൊരായിരിക്കും. കാരണം എന്താ അറിയോ, എത്ര അഭിനയിച്ചിട്ടും കാര്യമില്ല, ഇതൊക്കെ ഒരു നാൾ പുറത്തു ചാടും. പിന്നെ സാഹചര്യം കൊണ്ട്, അതായത് ആണുങ്ങൾ മുഴുവൻ നല്ലവരാണെന്നുള്ള അഭിപ്രായക്കാരനൊന്നും അല്ല ഞാൻ. സാഹചര്യം കൊണ്ട് പിന്നെ ഒരു പെണ്ണ് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് അവളുടെ മക്കൾക്കോ കുടുംബത്തിനോ കോട്ടം തട്ടാണ്ട് അഭിമാനത്തോടുകൂടെ ജോലി എടുത്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളെ നമുക്ക് ധൈര്യമായിട്ട് പറയാം നീ ഒരു പെണ്ണാണ് എന്നുള്ളത്. മനസ്സിലായോ? അല്ലാതെ സ്വന്തം ഭർത്താവിനെയും കുടുംബത്തിനെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ പാഷനാന്നും പറഞ്ഞിട്ട് സന്തോഷത്തോടെയുള്ള ജീവിതം വേണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്ന ആ ഒരു സുഖല്ലേ, അതിനൊരു ലിമിറ്റ് വരും. അതിന് കൂടുതൽ താമസമൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അവരെ വല്ലാണ്ട് ഇതില് ആഡ് ചെയ്യാതെ ഞാൻ ചെയ്തത്. ഇനി എന്തായാലും അവരെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോൾ ഞാൻ പോട്ടെ. ബൈ.